الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിപ്പിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ നമ്മുടെ സമീപത്ത് എത്തി നിൽക്കുകയാണ്. പരിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ ബാബുർ റയ്യാൻ, റയ്യാൻ എന്ന് പറയുന്ന കവാടം, ഈ റമളാൻ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികൾക്ക് അല്ലാഹു തആല ഒരുക്കി വച്ചിട്ടുള്ള സ്വർഗീയ കവാടം. ആ കവാടത്തിലൂടെ കടന്നു പോകുക, ഈ വിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ ഏറ്റവും ഭക്തിപൂർവം വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മാത്രം മോഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകളായിരിക്കും അതുവഴി കടന്നു പോകുക. സഹോദരങ്ങളെ, വിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ ഒട്ടനവധി സവിശേഷതകൾ റമളാനിനുണ്ട്. നന്മകൾ ഇരട്ടിയായിട്ട് നന്മകൾക്ക് പ്രതിഫലം നൽകപ്പെടുന്ന മഹനീയമായിട്ടുള്ള സന്ദർഭം, സത്യവിശ്വാസികളുടെ പദവികൾ ഉയർത്തപ്പെടുന്ന, ദറജകൾ ഉയർത്തപ്പെടുന്ന മഹനീയമായിട്ടുള്ള ഒരു വേള, പാപങ്ങളും ദോഷങ്ങളും പൊറുക്കപ്പെടുന്ന, നരകവാസികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സന്ദർഭങ്ങൾ, മുഹൂർത്തങ്ങൾ, അതാണ് റമളാൻ. അതുകൊണ്ട് വിശ്വാസിയായ മനുഷ്യ, നീ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, നന്മകൾ വർദ്ധിപ്പിക്കുക. ഉറങ്ങിക്കൊണ്ട് അലസതയോടുകൂടെ, മടിയോടുകൂടെ, സമയം വൃഥാ അനാവശ്യ കാര്യങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ട്, സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ആരാധനകളോട്, ഇബാദത്തുകളോട്, നന്മകളോട്, റബ്ബ് തൃപ്തിപ്പെടുന്ന കാര്യങ്ങളോട് നീ മുഖം തിരിഞ്ഞു നിൽക്കരുത്. വിശുദ്ധ റമളാൻ എന്ന് പറയുന്നത് മറ്റുള്ള മാസങ്ങളെ പോലെയല്ല, മറ്റുള്ള ദിനരാത്രങ്ങളെ പോലെയല്ല. മുൻഗാമികളായിട്ടുള്ള സ്വഹാബത്തും അതുപോലെ തന്നെ അവരുടെ ശിഷ്യഗണങ്ങളായിട്ടുള്ള താബിഈങ്ങളും വിശുദ്ധ റമളാനിന് നൽകിയിട്ടുള്ള സ്ഥാനവും മഹത്വം ഏറെ വമ്പിച്ചതായിരുന്നു എന്ന് നമ്മൾ അറിയുക. ഈ റമളാൻ ഉണ്ടല്ലോ, അത് കടന്നു വരിക എന്നുള്ളത് ഏറ്റവും മഹത്വമേറിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. റമളാൻ എന്ന് പറയുമ്പോഴേ ഇത് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കാൻ, അള്ളാഹുവിൻ്റെ
തൃപ്തി കരസ്ഥമാക്കുവാൻ, അള്ളാഹുവിൻ്റെ അടുപ്പം കരസ്ഥമാക്കുവാൻ, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടന്നു പോകാനുള്ള ഒരു സന്ദർഭമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ റമദാനിൻ്റെ തൊട്ട് മുമ്പ് ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മാസത്തിനുള്ളിൽ എത്രയോ ആളുകൾ മരണപ്പെട്ടു പോയി. ആ ആളുകളുടെ മനസ്സുകളിൽ തീർച്ചയായും റമദാനിൽ നോമ്പ് നോക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. റമദാനിൽ പകല് നോമ്പ് നോക്കുകയും രാത്രി എഴുന്നേറ്റ് നിന്ന് നമസ്കരിക്കുകയും അതുപോലെ ആളുകളെ നോമ്പ് തുറപ്പിക്കണമെന്നും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണമെന്നും ഒരുപാട് പ്രാർത്ഥിച്ച് ദുആ ചെയ്തുകൾ ദിക്റുകൾ നിർവഹിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന എത്രയോ ആളുകളാണ് മരണപ്പെട്ടു പോയിട്ടുള്ളത്. സഹോദരങ്ങളെ, അവർക്ക് ഈ റമദാനിൽ അങ്ങനെയുള്ള നന്മകൾ ചെയ്തിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള സമയമോ സാഹചര്യമോ ഇല്ലാതെ പോയി. നമുക്കിതാ അള്ളാഹുവിൻ്റെ വമ്പിച്ച അനുഗ്രഹത്താൽ ഇൻഷാ അല്ലാഹ് ഈ റമദാനിൽ നമ്മൾ ഹയാത്തോടുകൂടെ ഇരിക്കുകയാണ്. അപ്പോൾ ആ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമല്ല, ഇത് വലിയൊരു അനുഗ്രഹമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞു, അതാക്കും റമദാൻ, തിന്മകളെ പാപങ്ങളെ കരിച്ചു കളയുന്ന റമദാൻ ഇതാ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായിട്ടുള്ള മാസമാണ്. ഫറളല്ലാഹു അസ്സ വജൽ അലൈക്കും സിയാമഹു, ഈ റമദാൻ എന്ന് പറയുമ്പോൾ ഉന്നതനും പ്രതാപവാനുമായിട്ടുള്ള പടച്ച റബ്ബ് ഇതിന് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഫ്തഹു ഫീ അബ്വാബുസ് സമാ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, സ്വർഗീയ കവാടങ്ങൾ തുറക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും, പിശാചുക്കളെ ബന്ധിക്കും. സഹോദരങ്ങളെ, ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകൾ വിശുദ്ധ റമദാനിനുണ്ട്. ഈ റമദാൻ എന്ന് പറയുന്നത് അത് പരിവർത്തനത്തിന്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വലിയൊരു നിമിത്തമാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇന്ന് നന്നാകാൻ നമ്മൾ തയ്യാറില്ലെങ്കിൽ നാളെ നന്നാകാം, അടുത്ത റമദാൻ വരട്ടെ എന്നിട്ട് നന്നാകാം എന്ന് വിചാരിക്കുന്നവൻ നന്നാകാൻ പോകുന്നില്ല. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഈ റമദാനിൽ നാളെയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഒരുപക്ഷേ ആ റമദാനിൽ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം മാറ്റിമറിക്കുവാൻ, നന്മയുടെ മാർഗത്തിലേക്ക് പരിവർത്തിപ്പിക്കുവാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം. 50 വയസ്സ് കഴിയട്ടെ, 60 കഴിയട്ടെ, എന്നിട്ട് നന്നാവാം എന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവൻ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇതാ ഈ മിടിക്കുന്ന ഹൃദയം, ഈ നിൽക്കുന്ന ശരീരം, അത് പടച്ച റബ്ബ് തന്നതാണ് എന്നുള്ള ബോധമുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ മിടിക്കുന്ന ഹൃദയവും ഈ ശരീരവും ആ റബ്ബ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ നമ്മൾ എങ്ങനെയാണ് ചെലവഴിക്കുക? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിനോട് ചോദിക്കണം, നമ്മോട് തന്നെ ചോദിക്കണം, എങ്ങനെയാണ് റബ്ബ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. ഈ ഹൃദയത്തിൻ്റെ നാഥനാരാ? മലിക്കുൽ ജബ്ബാറായ അല്ലാഹു തആല. ഈ ശരീരത്തിന്റെ, ഈ ദേഹത്തിന്റെ ഉടമസ്ഥനാരാ? അല്ലാഹു തആല. ആ റബ്ബിന്റെ ഉടമസ്ഥതയിലുള്ള എൻ്റെ ഹൃദയം, എൻ്റെ ശരീരം ആ റബ്ബ് ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ എങ്ങനെയാണ് ചെലവഴിക്കുക? ആ റബ്ബിന്റെ ഒരു പിടുത്തം വന്നാൽ എന്തായിരിക്കും മനുഷ്യന്റെ അവസ്ഥ? കുറെ ആളുകൾ അവരുടെ രീതി എന്താ? അവരുടെ ദേഹം എന്താണോ ഇച്ഛിക്കുന്നത് അതിന് അടിമപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക. അവർക്ക് റമദാൻ വന്നാൽ മാറാൻ തയ്യാറില്ല. അവരുടെ മുമ്പിൽ ഖുർആൻ കിട്ടിയാലും ഖുർആൻ ക്ലാസ് കണ്ടാലും മാറാൻ തയ്യാറില്ല. അവരുടെ മുമ്പിൽ നന്മയുടെ സകല കവാടങ്ങളും തുറന്നു വെക്കപ്പെട്ടാലും
മുഖം തിരിഞ്ഞ് തിന്മയുടെയും പാപത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും വഴികളിലേക്കാണ് അവർ തിരിഞ്ഞു പോകുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ സ്വന്തം ദേഹം ഇച്ഛിക്കുന്നതെല്ലാം, മനസ്സിൽ തോന്നിയതിനെല്ലാം പച്ചക്കൊടി കാണിച്ചുകൊണ്ട് ദേഹേച്ഛകളുടെ പിന്നാലെ പോകുന്ന ആളുകൾ, അവർക്ക് എങ്ങനെയാണ് റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയാൻ കഴിയുക? അതുകൊണ്ട് ദേഹേച്ഛക്ക്, തോന്നിവാസത്തിന്, മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന അങ്ങനെ കുറേ ആളുകളുണ്ട്. മുസ്ലിം പേരുള്ള, മുസ്ലിം കുടുംബങ്ങളിൽ ജനിച്ചിട്ടുള്ള, ആരോഗ്യത്തോടുകൂടെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ, മുസ്ലിം നാമധാരികളുണ്ട്. അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ മുസ്ലിമായി തീരുക? എങ്ങനെയാണ് മുസ്ലിം എന്ന് പറയാൻ കഴിയുക? അല്ലാഹു സുബ്ഹാനഹു വ തആല 13-ാം അധ്യായത്തിന്റെ 11-ാം സൂക്തത്തിൽ പറയുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. നിശ്ചയം അല്ലാഹു തആല ഒരു ജനതയെ അവർ സ്വയം മാറാതെ അല്ലാഹു മാറ്റുകയില്ല, നിശ്ചയം, തീർച്ച എന്നാണ് പറയുന്നത്. അപ്പൊ റമദാൻ വരും. ആ റമദാനില് നന്നാകാനുള്ള അവസരം അല്ലാഹു തആല നമുക്ക് തന്നു. എന്നിട്ടും നന്നാകാൻ തയ്യാറില്ല എങ്കിൽ അവനൊരിക്കലും നന്നാവാൻ വേണ്ടി പോകുന്നില്ല. അള്ള മാറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവന് തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകുമെന്ന് വിചാരിക്കേണ്ടതില്ല. സ്വയം മാറാൻ തയ്യാറാവണം, എങ്കിലേ അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടാകുകയുള്ളൂ. നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ, നിർബന്ധമായിട്ടും ഓരോ മനുഷ്യരും ഈ റമദാൻ എന്ന് പറയുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ആ ഒരു വില മനസ്സിലാക്കുകയും ഈ അവസരം ഉപയോഗപ്പെടുത്തുവാൻ തയ്യാറാകുകയും ചെയ്യേണ്ടതുണ്ട്. റമദാൻ എന്ന് പറയുമ്പോഴേ മറ്റുള്ള സമയങ്ങളിൽ ഇബാദത്തുകൾ ചെയ്യുന്നത് പോലെയല്ല. റമദാനിലെ ഇബാദത്തുകൾക്ക് വമ്പിച്ച പുണ്യമുണ്ട്, വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് നമ്മൾ അറിയുക. പക്ഷേ ഓരോ ആരാധനാ കർമ്മങ്ങളും അത് എങ്ങനെയാണോ പഠിപ്പിക്കപ്പെട്ടത് അതുപോലെ നിർവഹിക്കുവാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, റമദാനിൽ പ്രാർത്ഥന, റമദാൻ അല്ലാത്ത കാലത്തും പ്രാർത്ഥന വമ്പിച്ച പ്രാധാന്യമുള്ള കാര്യമാണ്. സത്യത്തിൽ നമുക്ക് പ്രാർത്ഥനയുടെ വിലയൊന്നും അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനത്തിൽ കാണാം, മനുഷ്യന്റെ കാലിൽ ധരിക്കുന്ന കാൽപാദത്തിലിടുന്ന പാദരക്ഷ അതിനെന്തെങ്കിലും പോറൽ തട്ടിയാൽ പോലും അവൻ റബ്ബിനോട് സഹായം ചോദിക്കട്ടെ എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. സഹോദരങ്ങളെ, റമദാൻ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ത് എന്ന് ചോദിച്ചാൽ എണ്ണി പറയാൻ സാധിക്കുന്ന ചില സവിശേഷതകളുണ്ട്. അതിലൊന്നാണ് റമദാനിൻ്റെ ഓരോ രാത്രികളിലും അല്ലാഹു തആല നരകവാസികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കും എന്നുള്ളത്. ഓരോ രാത്രികളിലും നിങ്ങൾ നോക്കൂ, ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, റമദാൻ എന്ന് പറഞ്ഞാൽ ആദ്യം കാരുണ്യത്തിന്റെ 10, രണ്ടാമത്തെ 10 മഗ്ഫിറത്തിന്റെ 10, മൂന്നാമത്തേത് നരകമോചനത്തിന്റെ 10 എന്നങ്ങനെ പറയാറുണ്ട്. അങ്ങനെ നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളും മുതിർന്നവരുമൊക്കെ പ്രാർത്ഥിക്കുന്നു. ആദ്യത്തെ 10 അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ, രണ്ടാമത്തെ 10 അല്ലാഹുമ്മഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, മൂന്നാമത്തേതില് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കാറുണ്ട്. നല്ല പ്രാർത്ഥനയാണ്. പക്ഷേ അവിടെ ഒരു അബദ്ധമുണ്ടെന്ന് മനസ്സിലാക്കണം സഹോദരങ്ങളെ. റമദാനിന്റെ അവസാനത്തെ 10 മാത്രമല്ല നരകവാസികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുക. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ഇമാം തിർമിദിയുടെ സുനനിൽ 682, ഇമാം ഇബ്നു മാജയുടെ സുനനിൽ 1642 വചനങ്ങളിൽ കാണാം, വലില്ലാഹി ഉതഖാഉം മിനന്നാർ, അല്ലാഹുവിന് നരകവാസികളെ മോചിപ്പിക്കുന്ന പ്രവൃത്തിയുണ്ട്.
വദാലിക കുല്ല ലൈല, അത് എല്ലാ രാത്രിയിലും, റമദാനിന്റെ എല്ലാ രാത്രിയിലും, അവസാനത്തെ പത്തിലല്ല. അവസാനത്തെ പത്തിൽ എന്ന് മാത്രമല്ല, റമദാനിന്റെ ഓരോ രാത്രിയിലും അല്ലാഹു തആല നരകത്തിൽ നരകവാസികളെ മോചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഈ ഹദീസിലുള്ള പാഠം? നമ്മള് റമദാനിന്റെ 30 ദിവസങ്ങളാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 29 ദിവസങ്ങളാണെന്ന് വിചാരിക്കുക. ആ 29 ദിവസങ്ങളിലും 29 രാത്രികളിലും നരകത്തിൽ നിന്നും നരകവാസികളെ മോചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണത് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, അല്ലാഹുവേ നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ വന്ധ്യരായിട്ടുള്ള മാതാപിതാക്കൾ, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ മക്കൾ, അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങൾ, സത്യവിശ്വാസികളായിട്ടുള്ള ആദർശ ബന്ധുക്കളായിട്ടുള്ള സഹോദരി സഹോദരങ്ങൾ, അവർക്കൊക്കെ പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധ വചനം അത് ആത്മാർത്ഥമായി സ്വീകരിച്ചിട്ടുള്ള ആളുകളുള്ള അവർ തമ്മിലുള്ള ആത്മബന്ധം. ഇന്നലെ ഇതാ നമ്മുടെ ഓഫീസിൽ ഒരു കുടുംബം വന്നിരുന്നു. നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു പ്രവാസി അദ്ദേഹത്തിന്റെ ഉമ്മയെയും ഉപ്പയെയും ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അവര് എന്നെ കാണാൻ ഇവിടെ വരികയുണ്ടായി. പ്രായം ചെന്ന ആ മനുഷ്യൻ എന്നെ കണ്ടപ്പോൾ ആലിംഗനം ചെയ്തു, എൻ്റെ നെറുകയിൽ ഉമ്മ തന്നു. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ അത്ഭുതപ്പെട്ടു. എന്തിൻ്റെ പേരിലാണ് എന്നോട് ഇതുപോലെ സ്നേഹം കാണിക്കുന്നത്? മറ്റൊന്നുമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്തിന് വേണ്ടി ആരാധനക്കർഹനായിക്കൊണ്ട് അല്ലാഹുവല്ലാതെ മറ്റാരും തന്നെയില്ല എന്നുള്ള ആ ഒരു തത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലക്ക് മാത്രമാണ് അദ്ദേഹം നിരന്തരം നമ്മുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, നമ്മുടെ ചോദ്യോത്തരങ്ങൾ കേൾക്കുന്നു, നമ്മുടെ ഖുർആനിക ആശയപ്രചാരണങ്ങൾ അദ്ദേഹം കേൾക്കുന്നു. അതിലുള്ള സന്തോഷവും നിർവൃതിയും അദ്ദേഹത്തിന്റെ ഇണയും അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയായിരിക്കണം. അപ്പോ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ റമദാനിന്റെ ഓരോ രാത്രിയിലും പരിശുദ്ധനായ റബ്ബ് നരകവാസികളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുമ്പോൾ നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, നാഥ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ, എന്നെ നരകത്തിൽ നിന്നും നീ മോചിപ്പിക്കണമേ. അതുപോലെ വഅഅ്തിഖ് വാലിദീനാ മിനന്നാർ, മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ മതി, റബ്ബേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കണമേ. അതുപോലെ തന്നെ സത്യവിശ്വാസികളെ അവരെ നരകത്തിൽ നിന്നും മോചിപ്പിക്കണമേ എന്ന് റമദാനിന്റെ ഓരോ രാത്രിയിലും നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക, പകലിലും പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതാണ് റമദാനിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള സവിശേഷതകളിൽ ഒന്നായിട്ട് എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, എങ്ങനെയാണ് നമ്മുടെ നോമ്പ്, നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ അതേറ്റവും ഫലപ്രദമായിട്ട് അല്ലാഹു തആലയുടെ മുമ്പിൽ നമ്മൾ നിർവഹിക്കുക? നമ്മൾ കുറേ ആരാധനാ കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, എന്നിട്ടും തിന്മകൾ ചെയ്യുന്നു, നമസ്കരിക്കുന്നു, ഹറാമ് ചെയ്യുന്നു, നോമ്പ് നോക്കുന്നു, ഹറാമ് ചെയ്യുന്നു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിം സമൂഹത്തിൽ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നു? എന്തുകൊണ്ട് മാതാക്കളെ പിതാക്കളെ വെട്ടിക്കൊല്ലുന്ന മക്കളുണ്ടാകുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോ പല കാരണങ്ങളുണ്ടാകാം പ്രിയമുള്ളവരെ. അടിസ്ഥാനപരമായ കാരണം, പല കാരണങ്ങളും നമ്മൾ കേൾക്കുകയുണ്ടായി. സിന്തറ്റിക് ഡ്രഗ്സ് ആണ് എന്ന് കേൾക്കുന്നു,
അതുപോലെ വളരെയധികം വയലന്റ് ആയിട്ടുള്ള സിനിമകളുടെ അതിപ്രസരമാണെന്ന് കേൾക്കുന്നു. അതുപോലെ യാതൊരു ലൈസൻസും ഇല്ലാത്ത ഇൻസ്റ്റയും അതുപോലെ റീൽസും ഒക്കെയാണ് എന്ന് പറയപ്പെടുന്നു. മയക്കുമരുന്നുകളുടെയും മദ്യത്തിന്റെയും വ്യാപകമായിട്ടുള്ള ഉപയോഗമാണ് എന്ന് പറയുന്നു. അതുപോലെ ധൂർത്തും അതുപോലെയുള്ള വഴിവിട്ട ജീവിതവുമാണെന്ന് പറയുന്നു. എന്നാൽ പരിശുദ്ധ ഇസ്ലാമിന് പറയാനുള്ളത് ഏറ്റവും മൂലകാരണം മലിക്കുൽ ജബ്ബാറായിട്ടുള്ള പടച്ച റബ്ബിനെ കുറിച്ചുള്ള യഥാർത്ഥ വിശ്വാസം അവന്റെ മനസ്സിന്റെ അകത്ത് ഇല്ലാതെ പോയതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഏറ്റവും മൗലികമായിട്ടുള്ള കാരണം എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ റമളാനിൽ ആർജിച്ചെടുക്കേണ്ടുന്ന, നമ്മുടെ മക്കൾക്ക് പകർന്നു നൽകേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈമാൻ എന്നുള്ളതാണ്. സത്യവിശ്വാസത്തെ സംബന്ധിച്ചാണ്. അള്ളാഹുവിനെ കുറിച്ച്, അള്ളാഹുവിന്റെ ചില വിശേഷണങ്ങൾ, നാമങ്ങള്, പ്രിയമുള്ളവരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് ഇനിയും പഠിക്കാത്ത ഒരു മുസ്ലിം നമ്മുടെ കുടുംബത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് നമ്മൾ തീരുമാനിക്കണം. ഞാൻ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയവനായിരിക്കണം. എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയവരായിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അള്ളാഹു സദാ നിരീക്ഷിക്കുന്നു എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവണം. ഈമാൻ, ഇപ്പൊ നോമ്പിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാം, മൻസ്വാമ റമളാന ഈമാനും വഹ്തിസാബൻ ഗുഫിറ ലഹു മിൻ ദംബിഹി. ആരെങ്കിലും വിശ്വാസത്തോടുകൂടെ അതുപോലെ തന്നെ പ്രതിഫലം തേടിക്കൊണ്ട്, പ്രതിഫലം മോഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്നുവോ അവന്റെ കഴിഞ്ഞു പോയിട്ടുള്ള ചെറിയ പാപങ്ങൾ പൊറുക്കപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ എന്താണ് ഈമാൻ എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു വിശ്വാസമാണ്. ആ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിച്ച ആ ഒരു വ്യക്തി, ആ ഈമാൻ മനസ്സിലിങ്ങനെ നിറഞ്ഞ് തുളുമ്പി നിൽക്കുന്ന ഒരവസ്ഥ ഒരാൾക്കുണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സുണ്ടാകുന്ന പ്രകാശം, അദ്ദേഹത്തിൻ്റെ മനസ്സിനുണ്ടാകുന്ന വെളിച്ചം, ആ വെളിച്ചമെന്ന് പറയുന്നത് പ്രിയമുള്ളവരെ ഹറാമുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് അദ്ദേഹത്തിന് മാറാൻ കഴിയും. ആ രൂപത്തിൽ നോമ്പനുഷ്ഠിച്ചാൽ അവന്റെ കഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകൾ, അള്ളാഹുവിൻ്റെ താക്കീതുകൾ, അതിനെക്കുറിച്ച് ഓർമ്മ വേണം. അള്ളാഹുവിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് ആഗ്രഹമുള്ളതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പുകളുണ്ട്, അള്ളാഹുവിൻ്റെ താക്കീതുകളുണ്ട്. പ്രിയമുള്ളവരെ, അതാണ് നമുക്ക് ഓർമ്മ ഉണ്ടാകേണ്ടത്. റമളാൻ വരുന്ന ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ വിശുദ്ധ റമളാൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള റമളാൻ കൊണ്ട് എത്രയോ പാപികളായ ദോഷികളായിട്ടുള്ള ആളുകൾ അവര് പശ്ചാത്തപിച്ചുകൊണ്ട്, പാപമോചനം തേടിക്കൊണ്ട്, അള്ളാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്, തിന്മകളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്തിട്ട് റമളാനിൽ എത്രയോ ആളുകൾ നന്നായിട്ടുണ്ട്. ഫകം മിൻ തായിബിൻ താബ വറജഅ ഇലല്ലാഹി തആല ഫി റമളാൻ. എത്രയോ പശ്ചാത്താപക്കാരാണ്, എത്രയോ തൗബ ചെയ്ത ആളുകളാണ്, അവര് അള്ളാഹുവിലേക്ക് സമ്പൂർണമായി മടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാ മടങ്ങിയത്? തിന്മകൾ വർജിച്ചുകൊണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മളൊന്നും തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകൂല, തെറ്റുകൾ ചെയ്യൂല എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും വലിയ കേസുകളിലൊക്കെ പിടിക്കപ്പെടുക. അപ്പോൾ അധർമ്മങ്ങളും തിന്മകളുമൊക്കെ എല്ലാ മുക്കിലും മൂലകളിലും ഇങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് കുടുംബമായിട്ട് ജീവിക്കുക എന്നുള്ള ഒരു പിന്നെ വളരെ നടുക്കമുണ്ടാക്കുന്ന ചോദ്യമാണ് മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്നത്. സഹോദരങ്ങളെ, റമളാൻ
നമ്മൾ സ്വയം മാറാനും നമ്മുടെ കുടുംബത്തിനെ കുറെയെങ്കിലും മാറ്റിക്കുവാനും നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നഷ്ടത്തിലായിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട. അപ്പോ ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചുകൊണ്ട് പാപമോചനം തേടിക്കൊണ്ട് ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തണം. എത്രയോ വഴിപിഴച്ചു പോയിട്ടുള്ള ആളുകൾ, ദുർമാർഗികളായിട്ടുള്ള ആളുകൾ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കി, റമദാനിന്റെ പവിത്രത മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി നന്മകൾ ചെയ്തിട്ട് അവർ മടങ്ങിയിട്ടുണ്ട്. അങ്ങനെ മടങ്ങാൻ നമുക്ക് റമദാൻ ഒരു പ്രേരണയാകേണ്ടതുണ്ട്. റമദാനിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, അതെന്താ? ഖുർആൻ ഇറങ്ങിയതാണല്ലോ. വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, 2 കാര്യങ്ങൾ ശഫാഅത്ത് ചെയ്യുന്നതാണ്. അസ്സിയാമു വൽ ഖുർആൻ, നോമ്പും അതുപോലെ തന്നെ നമസ്കാരവും എന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ആ നോമ്പും നമസ്കാരവും യശ്ഫഅാനി ലിൽ അബ്ദ്, ഒരു ദാസന് അത് ശുപാർശ പറയും എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പം നമ്മളൊക്കെ ഖുർആനുമായിട്ട് എത്ര കാലമായി ബന്ധപ്പെടുന്നു. നമ്മൾ പഠിച്ച ഖുർആൻ, നമ്മൾ ഓതിയ ഖുർആൻ നാളെ റബ്ബിൻ്റെ അടുക്കൽ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും എന്ന് ഉറപ്പുണ്ടോ? നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓർക്കുക, ഞാൻ എത്ര ആയത്ത് പഠിച്ചു, എത്ര സൂറത്ത് പഠിച്ചു, ഈ സൂറത്തുകളും ആയത്തുകളൊക്കെ എനിക്ക് റബ്ബിൻ്റെ കോടതിയിൽ അനുകൂലമായിട്ട് സാക്ഷി പറയുമെന്ന് ഉറപ്പുണ്ടോ? ശുപാർശ പറയുമെന്ന് ഉറപ്പുണ്ടോ? അതുപോലെ നോമ്പ്, 10-40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ആളുകൾ ഒരു 15 വയസ്സ് മുതൽ എത്ര നോമ്പ് നോറ്റുണ്ടാകും? 25 കൊല്ലം, 25 റമദാനുകൾ. ആ നോമ്പുകൾ, പിന്നെ സുന്നത്ത് നോമ്പുകൾ വേറെയും, ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള നോമ്പായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുമോ? അതെന്തിനാണ് അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണമെന്ന് പറയുന്നത്? മാറ്റങ്ങൾ അനിവാര്യമാണ് പ്രിയമുള്ളവരെ. ഈ നോമ്പ് അള്ളാഹു നമുക്ക് നൽകുന്ന ഒരു അവസരമാണ്. ഈ അവസരം അത് വേണ്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ മറ്റൊരു റമദാനിലേക്ക് നമുക്ക് ഹയാത്തുണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ കയ്യിലാണെല്ലാം. അതുകൊണ്ട് ആരും എപ്പോഴും എന്തും അള്ളാഹുവിൻ്റെ വിധിക്ക് വിധേയമാകേണ്ടി വരാം. നമുക്ക് ദീർഘായുസ്സിനൊക്കെ പ്രാർത്ഥിക്കാം, ആയുസ്സിൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഈ കിട്ടിയ അവസരം അത് നന്നായി ഉപയോഗപ്പെടുത്താനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നോമ്പെന്ന് പറയുമ്പോൾ ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ഞാൻ ചുരുക്കുകയാണ്. ഈ റമദാനിൽ നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ പുതുക്കേണ്ടതുണ്ട്. പ്രതിജ്ഞ സത്യസന്ധമായിട്ടുള്ള പ്രതിജ്ഞയായിരിക്കണം. ആ സത്യസന്ധമായിട്ടുള്ള പ്രതിജ്ഞ എന്ന് പറയുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു പ്രതിജ്ഞയാവണം. എന്താണ് ആ പ്രതിജ്ഞ? ഞാൻ നന്നാകും ഇനി മരണം വരെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് തിന്മകളിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് നല്ല ജീവിതം നയിക്കും എന്നുള്ള ഒരു പ്രതിജ്ഞ, ഉറച്ച പ്രതിജ്ഞ നമുക്ക് ഉണ്ടാവണം. പ്രിയമുള്ളവരെ, നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ഒറ്റ നോമ്പ് നോറ്റാൽ ബഅദല്ലാഹു വജ്ഹഹു അനിന്നാരി 70 ഖരീഫ എന്നാണ്. 70 വർഷം സഞ്ചരിച്ചാൽ എത്താവുന്ന ദൂരത്തേക്ക് അവനെ അകറ്റും എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു വചനത്തിൽ കാണാം. മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാ, ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പ് നോറ്റാൽ അവനെ 70 വർഷം സഞ്ചാര ദൈർഘ്യമുള്ള വിദൂരത്തേക്ക് അകറ്റും എന്ന് പറഞ്ഞാൽ
അതിന് യോഗ്യതയുള്ള നോമ്പാകുമോ, നോമ്പാണോ നമ്മൾ അനുഷ്ഠിച്ചിട്ടുള്ളത്? അത്ര പ്രതിഫലം കിട്ടണമെങ്കിൽ നമ്മൾ നോമ്പൊക്കെ എങ്ങനെ ശ്രദ്ധിക്കേണ്ടി വരും? അപ്പം നമ്മൾ സാധാരണ ഇത്രയും കാലം നോമ്പ് നോറ്റു, അതുപോലെ ഇനിയും നോമ്പ് നോക്കാം എന്നുള്ള ആ ഒഴുക്കം മട്ടിലുള്ള രീതികളൊക്കെ അനിവാര്യമായും മാറേണ്ടതുണ്ട്. അതുകൊണ്ട് ഫഹദർ കുല്ലൽ ഹദർ, എല്ലാ അർത്ഥത്തിലുമുള്ള ജാഗ്രത അത് അനിവാര്യം.